നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ധാരാളം കാര്യങ്ങൾ മറ്റുള്ളവരുമായി സംസാരിക്കുന്നവരാണ്. നാം സംസാരിക്കുന്നവയിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. കള്ളം പറയുവാൻ പാടില്ല എന്ന സതുപദേശം നാം കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് കേൾക്കുന്നവയാണ്. അതുകൊണ്ട് നാം കള്ളം പറയാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കുന്നവരാണ്. പകരം സത്യം നാം സംസാരിക്കുന്നു. എന്നാൽ നാം പറയുന്ന സത്യങ്ങളിൽ എത്രമാത്രം സത്യസന്ധതയുണ്ടെന്നും എത്രമാത്രം അതിൽ നീതി പുലർത്തുന്നുണ്ടെന്നതും ഗൗരവമേറിയ കാര്യമത്രേ. അതുകൊണ്ടാണ് തിരുവചനം ഇങ്ങനെ പറയുന്നത്, ഹൃദയപൂർവം സത്യം സംസാരിക്കുക എന്നത്. അങ്ങനെ വരുമ്പോൾ ഹൃദയപൂർവമല്ലാത്ത സത്യങ്ങൾ ഉണ്ടെന്നാണല്ലോ. ഒരു ക്രിസ്തുവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സത്യം സംസാരിക്കുക എന്നതിലുപരിയായ ഒരു പടി കൂടിയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. സംസാരം സ്നേഹത്തിൽ നിന്നായിരിക്കുമ്പോൾ മാത്രമാണ് അത് ഹൃദയപൂർവമായ സത്യമായി തീരുന്നത്. ആത്മാർത്ഥമായ ബന്ധങ്ങളും സൗഹൃദങ്ങളും സ്നേഹത്തിൻ്റെ അടിത്തറയിൽ നിന്നും ഉയരുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് സത്യത്തിൻ്റെ മാറ്റുകൂടുകയാണ്. സദൃശവാക്യങ്ങൾ 24-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം ഇങ്ങനെ, ആൻ ഓണസ്റ്റ് ആൻസർ ഈസ് ലൈക്ക് എ കിസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. സത്യസന്ധമായ ഉത്തരം സൗഹൃദത്തിൻ്റെ ചുംബനം പോലെയാണ്. കേൾക്കുന്നവർക്ക് സൗഹൃദത്തിൻ്റെ ഊഷ്മളതയും സംതൃപ്തിയും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വാക്കുകളിൽ ഉവ്വ് എന്നത് ഉവ്വ് എന്നും ഇല്ല എന്നത് ഇല്ല എന്നുമായിരിക്കണം. സ്നേഹം ഉൾക്കൊണ്ട് സ്നേഹത്തിൽ സംസാരിക്കുവാൻ നാം പഠിക്കുമ്പോൾ സത്യസന്ധത നമ്മുടെ കൂടപ്പിറപ്പായി മാറുകയാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നമ്മുടെ സമനില തെറ്റിക്കുവാൻ സാധ്യതയുണ്ട്. അന്നേരങ്ങളിൽ നാം സത്യമാണ് സംസാരിക്കുന്നതെങ്കിൽ കൂടിയും സത്യസന്ധത അകലപ്പെടുവാൻ സാധ്യതയുണ്ട്. ഈ തരുണങ്ങളിൽ സമ്മർദ്ദങ്ങളുടെ പ്രലോഭനങ്ങളിൽ വീണു പോകാതിരിക്കുവാൻ നിശബ്ദത പാലിക്കുവാനും പഠിക്കുക. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും ദോഷകരമായി തീരുന്നതുമായ എല്ലാ സംസാരങ്ങളും ഒഴിവാക്കി ശുദ്ധവും സ്നേഹനിർഭരവുമായ ഉദ്ദേശ്യങ്ങൾ നിലനിർത്തി സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ വാക്കുകളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.